ഹായ് ബഡീസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അഭിലാഷം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പലരും നിർബന്ധിച്ചിട്ട് ഞാനും അവസാനം അഭിലാഷം സിനിമ കണ്ടു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അഭിലാഷത്തിന്റെ റിവ്യൂ ഒന്നല്ല, പക്ഷെ അതേപോലെ ആ പടത്തില് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പ്രണയത്തിന്, ഈ രണ്ട് ക്യാരക്ടേഴ്സിനല്ല, ഈ ക്യാരക്ടറിനോടുള്ള ഒരു വൺ സൈഡ് ലവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇന്ന് അതേപോലത്തെ ഒരു കഥ പറയാനാണ് ഞാൻ വന്നത്. അപ്പൊ ഈ കഥ തുടങ്ങുന്നത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ കാണിച്ചുകൊണ്ട്. ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ ഫുട്ബോൾ നടക്കണ. അപ്പൊ പിറ്റത്തെ പീരീഡ്, അതായത് PT പീരീഡ് ആയതാണ് അവന്മാർ ഫുട്ബോൾ കളിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്ത് ഫുട്ബോളൊക്കെ PT സാറിനോടൊക്കെ പറഞ്ഞ് തട്ടിയിട്ട് വാങ്ങി ഒപ്പിച്ച് അങ്ങനെ കളിച്ച് കാലൊക്കെ ഒന്ന് കഴുകി റെഡി ആയിട്ട് അടുത്ത പീരീഡ് സംസ്കൃതം ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. ക്ലാസ്സിലേക്ക് കുറച്ച് വൈകി കയറി എല്ലാ കൂട്ടുകാരോടും സംസാരിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ക്ലാസ്സിലാണെങ്കിൽ 3 ബാച്ചുകാരുണ്ട്. അപ്പൊ അങ്ങനെ 3 കമ്മിങ് ക്ലാസ് ഒക്കെ ആയിരുന്ന നല്ല തിരക്കാണ്. ബെഞ്ചിലെ കിട്ടിയുള്ളൂ. അപ്പൊ തിരക്കി കയറാൻ വൈകിട്ട് വന്ന സീറ്റും കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് മാറിയിരിക്കണം കൂട്ടുകാരോടൊക്കെ പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാറിയിരിക്കാൻ പറഞ്ഞതാണ് സമയത്ത് ഇങ്ങനെ തിരിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു പെങ്കൊച്ചിന്റെ കണ്ണ് ഇവനെ ഉടക്കി. നമ്മുടെ നായകൻ അവൻ 8ാം ക്ലാസ്സിലായത് തന്നെ അവന്റെ ആദ്യത്തെ ഫസ്റ്റ് ലവ് ആയിരിക്കും. യെസ്, അതെ, ഫസ്റ്റ് ലവ് ആണത്. അങ്ങനെ അവൻ ഫസ്റ്റ് ലവ് അടിക്കുകയാണ് അവനെ. പിന്നെ അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് നേരെ നോക്കിയില്ല. പിന്നെ ജസ്റ്റ് അവന്റെ കണ്ണ് ഉടക്കി. ആ കൊച്ചിനോടൊരു ക്രഷ് തോന്നി. അവൻ പിന്നെ മിണ്ടിയില്ല. അവൻ ചോദിച്ചു അവന്റെ കൂട്ടുകാരോട്, അത് ഏതാ കുട്ടി എന്താണെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ അവന്റെ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത് അവന്റെ ഒരു കൂട്ടുകാരന്റെ ബെസ്റ്റിയാണ് അത്. അവന് ഹാപ്പി. എന്നിട്ട് അവൻ പിന്നീട് അവിടെ ഉള്ള ക്രഷ് അവൻ പറയണം എന്നൊരുപാട് ഉണ്ടായിരുന്നു. അവൻ 9ാം ക്ലാസ്സിലേക്കൊക്കെ ആയപ്പോഴേക്കും ഫുൾ ഫ്രണ്ട്സിന്റെ പഠിച്ചോളിയും ഇതൊക്കെ നടന്നാൽ അവന് വലിയ ടൈം കിട്ടി. പിന്നെ അവന് എന്ന് പറഞ്ഞാൽ എല്ലാ ഷൈനസ് ഉണ്ടായിരുന്നു അവളോട്. അത് ഒരു നെർവസ്നെസ്. അവരൊരുമിച്ച് ഒരേ ക്ലാസ്സിലായിരുന്നില്ല. കാരണം സംസ്കൃതം ക്ലാസ്സിൽ മാത്രം കമ്പൈൻ ക്ലാസ് ആകുമ്പോഴേ അവളെ കാണാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ 10ലായപ്പോഴും അത്ഭുതമാണെന്ന്, ലൈക്ക് ഒരുപാട് ബാച്ചുകൾ ഒരുമിച്ച് ഒരു അവിയല് പരുവത്തിൽ മിക്സ് ചെയ്ത തന്നെ ഒരുപാട് വേറെ ബാച്ചുകളുടെ ആൾക്കാരും വന്ന അവസാനം അവളെയും ഇവനും ഒരു ക്ലാസ്സിലായിട്ട് കിട്ടി 10ൽ. അപ്പൊ ഇവൻ ഹാപ്പി. ഇവൻ ഇവളോട് എന്തായാലും പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നാലെ നടക്കണം, സ്നേഹമൊക്കെ കാണിക്കണം, അതായത് എന്റെ ലവ് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ബട്ട് ഷീ ഫെൽസ് ഇറ്റ്സ് എ ക്രിഞ്ച്. ബട്ട് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിരുന്നു. എന്നിട്ട് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവന് പറ്റിയില്ല. അത് നടക്കുന്ന 2019 ഞാൻ 10ാം ക്ലാസ് അവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം കോവിഡ്. എവിടെ നിന്നാൽ അറിയാലോ, ലോക്ക്ഡൌൺ സംഭവം. അപ്പൊ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിട്ട് അവൻ വീട്ടിൽ അടിച്ചുപോയിട്ടിരുന്നു. അതിനുശേഷം 2 കൊല്ലത്തിന് ശേഷമാണ് പിന്നെ കഥ. പിന്നെ അപ്പൊ കോളേജിൽ പഠിക്കണം. അപ്പൊ ആലോചിച്ചു, ലൈക്ക് എന്റെ ഫസ്റ്റ് ലവ് എന്തായാലും വർക്കായില്ല, കാര്യമൊക്കെ കഴിഞ്ഞു, ലൈഫ് പോയി. അങ്ങനെ ഇവന് ഒരു കോളേജിൽ ഒരു നല്ല പാട്ട് പാടുന്ന ഒരു കൂട്ടുകാരിനെ കിട്ടുകയാണ്. പാട്ട് പാടാൻ അറിയുന്ന, പാട്ട് പാടാൻ ഇഷ്ടമുള്ള. ഇവനാണെങ്കിലും സിനിമേനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ സിനിമ പാട്ടുകളോട് ഇഷ്ടമുള്ള. അതേപോലെ ആ ഇഷ്ടങ്ങളൊക്കെ കാരണം, സിമിലർ ഇൻട്രസ്റ്റുകളൊക്കെ കാരണം നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആവാണ്. ഫ്രണ്ട്ലി ആയതിനു ശേഷം അറ്റ് എ സർട്ടൺ പോയിന്റ് ഈ പറഞ്ഞ നമ്മുടെ നായകൻ ആലോചിക്കുകയാണ്, ഷീസ് ഗുഡ്, ഓക്കെ ഷീസ് ഗുഡ്. അവൻ ആലോചിച്ചു, എന്റെ ഈ ഫസ്റ്റ് ലവും ബ്രേക്കും വെക്കാനും മേ ബി എനിക്ക് ഓക്കെ ആവാനും ചിലപ്പോൾ ഇവിടെ പ്രപ്പോസ് ചെയ്ത് ഓക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ച ഒരു പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയ എൻ്റെ ഈ പഴയ ക്രഷിന്റെ കാര്യം അത്ര നാളായിട്ടും അവന്റെ ആ ഒരു 2018 അവൻ അടിച്ച ക്രഷിനെ കുറിച്ച് അവൻ ഇപ്പോഴും 2022 അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിച്ചു ഇനി എല്ലാം മറക്കാം, നമുക്ക് പുതിയൊരു ഷിപ്പും ഇതൊക്കെ തുടങ്ങി അവൻ ഓക്കെ ആവുമായിരിക്കും എന്ന് വിചാരിച്ചു ആ പുതിയൊരു റിലേഷൻഷിപ്പ് എന്താണ് അവന്റെ ഫ്രണ്ടിനോട് പ്രപ്പോസ് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി അവൻ തകർന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവനാകെ കുറച്ച് പെയിൻ പോലെ ഫീൽ ചെയ്തു. പിന്നെ അവൻ പെണ്ണൊന്നും വേണ്ട, ഓക്കെ സിഗ്മ ബോയ്. അപ്പോഴാണ് ഈ സിഗ്മ ട്രെൻഡ് ഒക്കെ വന്നത്. അപ്പൊ സിഗ്മ ബോയ് 2023 ഇപ്പൊ കഥ നടക്കുന്നത്. സോ ഏകദേശം സിഗ്മ ബോയ് ഒക്കെ ആയിട്ട് നടന്നു. കുറെ ആള് ജിമ്മിൽ പോയി, കുറെ നാള് ജിമ്മിൽ പോയി കുറെ നല്ല മസിലൊക്കെ വന്നു, കുറെ ലുക്കൊക്കെ മാറിയപ്പോ ഒരുപാട് ഗേൾസിൻസ് ഒക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആവാനും നല്ല രീതിയിൽ ഇതാവാനൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ ആലോചിച്ചത് അവൻ്റെ എപ്പോഴും, അതായത് അണ്ടർ സർട്ടൺ പോയിന്റ് ഇത് അവളോട് എന്താണ് ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോഴും ഇതൊക്കെ ആയപ്പോഴും അവൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ഫസ്റ്റ് ക്രഷിനെ കുറിച്ച് തന്നെ. എവിടെയാണ് അവൾ, എന്താണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ്റെ കണക്ഷൻ കൊണ്ട് അവസാനം അവളുടെ ഐഡിയ ഒക്കെ ഒപ്പിച്ച് ഓക്കെ ആക്കി അവളോട് ചാറ്റ് ചെയ്യാൻ നിന്നു. എത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടും എത്രയൊക്കെ ചാറ്റ് ചെയ്തിട്ടും അവള് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ അവൻ ആകെ തകർന്നു. അവൻ അവസാനം ബോഡിയൊക്കെ ഫ്ലെക്സ് ചെയ്തിട്ട് നോക്കി, ഐ എം 6 foot tall height and I have a good physique now. Many girls are interested on me, but still I can attract her. എന്ന് ചിന്തിച്ചു നോക്കി. വേറെ പോയിന്റിൽ അവൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ചിന്തിച്ചു. കുറെ നേരം അവൻ്റെ ഒരുപാട് ഉറക്കം അവള് കളഞ്ഞു ചിന്തിച്ചിട്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഞാനാണ്. ഇത് പറഞ്ഞത് എൻ്റെ കഥയാണ്. ഇത് കാണുന്നുണ്ടെങ്കിൽ, ആ പെൺകുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഐ സ്റ്റിൽ ലവ് യു.
ഓക്കെ.